ഈ എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യാം. അത് പരിശുദ്ധ സിംഹാസനത്തോടുള്ള വിധേയത്വവും അതുമായി ബന്ധപ്പെട്ട് പൊന്തിഫിക്കൽ ഡെലിഗേറ്റുമായി ഉണ്ടായ സംഭവ വികാസങ്ങളുമാണ്. പൊന്തിഫിക്കൽ ഡെലിഗേറ്റിനെ തള്ളിപ്പറയുന്നത് മാർപ്പാപ്പയെ ധിക്കരിക്കുന്നതിന് തുല്യമാണെന്ന് ഇന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നവരുടെ മുൻഗാമികൾ ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സീറോ മലബാർ സഭയുടെ പൊന്തിഫിക്കൽ ഡെലിഗേറ്റായി നിയമിച്ച മെത്രാപ്പോലിത്തയോട് ചെയ്തത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയിലേക്ക് അയച്ച പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിൻ്റെ ചെയ്തികളുടെ പശ്ചാത്തലത്തിൽ പഴയ ചില സംഭവങ്ങൾ കൂടി നമ്മൾ ഓർമ്മിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സീറോ മലബാർ സഭയിൽ ലിറ്റർജി സംബന്ധമായ തർക്കങ്ങൾ മൂർച്ഛിച്ചിരുന്ന കാലഘട്ടമായിരുന്നു 1970കളും 1980കളും. എറണാകുളത്തെയും ചങ്ങനാശ്ശേരിയിലെയും മെത്രാപ്പോലീത്തമാർക്ക് തുല്യ അവകാശ അധികാരങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം സഭയിൽ സമാധാനമുണ്ടാവുക എളുപ്പമല്ലെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. മാത്രമല്ല, തലവനില്ലാതെ ഒരു പൗരസ്ത്യ സഭയെ കാനോൻ നിയമം വിഭാവനം ചെയ്തിട്ടുമില്ല. ഈ സാഹചര്യത്തിലാണ് 1992 സീറോ മലബാർ സഭയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തിയതും എറണാകുളം മെത്രാപ്പോലിത്ത മാർ ആന്റണി പടിയറയെ മേജർ ആർച്ച് ബിഷപ്പായി നിയമിച്ചതും. പടിയറ പിതാവിൻ്റെ പ്രായവും അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥകളും കണക്കിലെടുത്ത് ആർച്ച് ബിഷപ്പ് ഏബ്രഹാം കാട്ടുമനെ പൊന്തിഫിക്കൽ ഡെലിഗേറ്റായി മാർപ്പാപ്പ നിയമിച്ചു. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തിപ്പെട്ട സീറോ മലബാർ സഭയ്ക്ക് ആവശ്യമായ കാനോനിക ഭരണ സംവിധാനങ്ങൾ ഒരുക്കുക എന്നതാണ് അദ്ദേഹത്തിനു മേൽ ഏൽപ്പിക്കപ്പെട്ട കർത്തവ്യം. അദ്ദേഹത്തോട് സഭയുടെ വക്താക്കളും സംരക്ഷകരുമെന്ന് ഇന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്ന വൈദിക അൽമായ നേതാക്കളുടെ ചില മുൻഗാമികൾ നടത്തിയ പ്രകോപനപരവും ആക്ഷേപാർഹവുമായ പ്രവൃത്തികളുടെ ചിത്രമാണ് നമ്മൾ ഇന്ന് ഇവിടെ അനാവരണം ചെയ്യുന്നത്. ഇതിനവലംബമായി സ്വീകരിച്ചിരിക്കുന്നത് പൊന്തിഫിക്കൽ ഡെലിഗേറ്റിനെതിരെ പല തെക്കൻ രൂപതകളിലെയും വൈദികർ 1993 സെപ്റ്റംബർ മാസത്തിൽ പരിശുദ്ധ സിംഹാസനത്തിന് അയച്ച മെമ്മോറാൻഡങ്ങളുടെ രൂപത്തിലുള്ള രേഖകളാണ്. അവയിൽ ഒരെണ്ണം തയ്യാറാക്കിയത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കോട്ടയം ലൂർദ് ഫൊറോന പള്ളിയിൽ സമ്മേളിച്ച വൈദിക യോഗത്തിൽ വെച്ചാണെന്ന് ഈ രേഖയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാമത്തേത് തയ്യാറാക്കിയ സ്ഥലം വ്യക്തമല്ല. ഇതുകൂടാതെ ആ ഭാഗത്തുള്ള വൈദികരും അൽമായരും എഡിറ്റർമാരായിട്ടുള്ള ഏതാനും പ്രസിദ്ധീകരണങ്ങളും ഏതാണ്ട് കൂണ് മുളയ്ക്കുന്നത് പോലെ അക്കാലത്ത് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. പ്രവാചക ശബ്ദം, സഭാഭേരി, നവജീവ പരിഷത്ത്, ജസ്റ്റിസ് ഫോറം, സത്യസമർത്ഥൻ, സെയിൻറ് തോമസ് ഫെയ്ത്ത് ഫോറം, പ്രതികരണവേദി തുടങ്ങിയവ അക്കൂട്ടത്തിൽപ്പെടും. പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് മാർ ഏബ്രഹാം കാട്ടുമനയെ മാത്രമല്ല, റോമിലെ പൗരസ്ത്യ തിരുസംഘത്തെയും സാക്ഷാൽ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ആന്റണി പടിയറ തിരുമേനിയെയും ഈ സഭാസ്നേഹികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ ആ കത്തുകളിലൂടെ അതിനിശിതമായി വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ വിമർശനങ്ങൾക്ക് അടിസ്ഥാനമായി കണ്ടെത്താവുന്നത് അവരുടെ പ്ലാനും പദ്ധതിക്കുമനുസരിച്ച് റോമിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. 1985 വരെ റോം ഇവർക്ക് വിശ്വസ്ത പരിശുദ്ധ സിംഹാസനമായിരുന്നു. 87ലും 92ലും സീറോ മലബാർ സഭയിലെ രൂപതകൾ സന്ദർശിച്ച് സത്യാവസ്ഥ തിരിച്ചറിഞ്ഞ പൊന്തിഫിക്കൽ കമ്മീഷനുകൾ നൽകിയ റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിൽ രണ്ടാം വത്തിക്കാൻ സുനഹദോസിൻ്റെ നവീകരണ നിർദ്ദേശങ്ങളോട് ആഭിമുഖ്യം പുലർത്താനും ചില നീക്കുപോക്കങ്ങൾക്ക് തയ്യാറാകുവാനും വത്തിക്കാൻ ഒരുങ്ങിയപ്പോഴാണ് റോമിൻ്റെ നിഷ്പക്ഷതയും വിശ്വാസ്യതയും ഇവർ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചത്. മാർപ്പാപ്പയെയും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയെയും നേരിട്ടല്ലാതെയും പൗരസ്ത്യ സഭാ കാര്യാലയം, മേജർ ആർച്ച് ബിഷപ്പ്, സിനഡ്, മാർപ്പാപ്പയുടെ പ്രതിനിധിയായ അപ്പസ്തോലിക് നൺഷിയോ തുടങ്ങിയവരെ നേരിട്ടും കടുത്ത ഭാഷയിൽ തന്നെ അവർ വിമർശിച്ചു. ഈ സംഭവ പരമ്പരകളാണ്
ഏതാനും എപ്പിസോഡുകളിലൂടെ അനാവരണം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ എപ്പിസോഡിൽ പരിശുദ്ധ സിംഹാസനത്തിലേക്ക് അയച്ച 2 കത്തുകളിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ ആന്റണി പടിയറയെ പറ്റി പരാമർശിച്ചിരിക്കുന്നവ മാത്രം സൂചിപ്പിക്കുന്നു. മാർ ആന്റണി പടിയറ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മണിമല ഇടവകാംഗമാണ്. പക്ഷേ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് വേണ്ടി വൈദിക പരിശീലനം നടത്താതെ ഒരു മിഷണറി ആകാനുള്ള തീക്ഷ്ണമായ ആഗ്രഹം മൂലം അദ്ദേഹം കേരളത്തിന് പുറത്തു പോവുകയും അവിടെ വൈദിക പരിശീലനം പൂർത്തിയാക്കുകയും ചെയ്തു. 1945 മൈസൂർ രൂപതയ്ക്ക് വേണ്ടി പുരോഹിത പട്ടം സ്വീകരിച്ചതിന് ശേഷം വിവിധ ഇടവകകളിൽ അദ്ദേഹം സേവനം ചെയ്തു. കൂടാതെ രൂപത മൈനർ സെമിനാരി റെക്ടറായും മേജർ സെമിനാരി പ്രൊഫസറായും നിയോഗിക്കപ്പെടുകയുണ്ടായി. സമർത്ഥനായ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ, അതായത് ഏതാണ്ട് 34-ാമത്തെ വയസ്സിൽ തന്നെ മെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. തമിഴ്നാട്ടിലെ ഊട്ടി രൂപതയുടെ മെത്രാനായിട്ടായിരുന്നു ആദ്യ നിയോഗം. അവിടെ നിന്നാണ് പിന്നീട് ചങ്ങനാശ്ശേരിയിലെയും ഏറ്റവും അവസാനം എറണാകുളത്തെയും മെത്രാപ്പോലിത്തയായത്. ഈ പശ്ചാത്തലമുള്ള അദ്ദേഹത്തെ പറ്റി അന്നത്തെ സഭാ സംരക്ഷകരെന്ന് സ്വയം വിശേഷിപ്പിച്ച പല വൈദികരും റോമിലേക്ക് ഇപ്രകാരം എഴുതി: ഒരു ലത്തീൻ മെത്രാനായിരുന്ന മാർ ആന്റണി പടിയറയെ സീറോ മലബാർ അതിരൂപതകളായ ചങ്ങനാശ്ശേരിയിലെയും എറണാകുളത്തെയും മെത്രാപ്പോലീത്തയായി നിയമിച്ചത് റോമിന് എങ്ങനെ ന്യായീകരിക്കാനാവും? അദ്ദേഹത്തെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി നിയമിച്ചത് അതിലും ഗുരുതരമായ തെറ്റാണ്. അദ്ദേഹത്തിന് പൗരസ്ത്യ സഭാ കാര്യങ്ങളിൽ അറിവില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം അനാരോഗ്യവാനും കഴിവില്ലാത്തവനുമാണ് എന്നുകൂടി അവരെഴുതി. ഞങ്ങളുടെ പൗരസ്ത്യ സഭയെ അദ്ദേഹം ലത്തീനീകരിക്കുക മാത്രമല്ല, കാലക്രമത്തിൽ നശിപ്പിക്കുകയും ചെയ്യും പോലും. മാർ ആന്റണി പടിയറ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായത് സഭാ രാഷ്ട്രീയത്തിൻ്റെയും വില കുറഞ്ഞ നയതന്ത്രത്തിൻ്റെയും പ്രതിഫലനമാണെന്ന് കൂടി അവർ എഴുതി വെച്ചു. ആരാധനാക്രമത്തിൽ പൗരസ്ത്യ രീതികളോട് ബഹുമാനമില്ലാത്ത അദ്ദേഹത്തെ എറണാകുളത്തെ മെത്രാപ്പോലിത്തയാക്കിയത് ഒരു വിധത്തിലും സഭയ്ക്ക് ഗുണകരമായ ഒരു തീരുമാനമല്ലെന്നും അവർ അഭിപ്രായപ്പെട്ടു. തെക്കൻ രൂപതകളിലെ വൈദികർ അവരുടെ തന്നെ അതിരൂപത മേലധ്യക്ഷനായിരുന്ന ഒരു വന്ധ്യ പിതാവിനെ പറ്റി റോമിലേക്ക് എഴുതി അയച്ച കത്തിലെ വരികളാണ് നമ്മളിപ്പോൾ കേട്ടത് എന്ന് മറക്കാതിരിക്കാം. 1988 അദ്ദേഹത്തെ കർദിനാളായി ഉയർത്തിയപ്പോൾ ചങ്ങനാശ്ശേരിയിലെ വിവിധ ഗ്രൂപ്പുകൾ അതിനെതിരെ എഴുതിയ കത്തുകളും ഞങ്ങളുടെ കൈവശമുണ്ട്. ഇവരെല്ലാവരും ഇന്ന് സഭാധികാരികളോട് സ്നേഹവും ആദരവും അനുസരണയും ഉള്ളവരാണെന്ന വസ്തുത നമുക്ക് മറക്കാതിരിക്കാം. പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് അബ്രഹാം കാട്ടുമന പിതാവിനെ പറ്റി അവർ റോമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തിയ കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ സവിസ്തരം വിശദമായി തന്നെ ചർച്ച ചെയ്യാം. നന്ദി.